ബേത്ലഹേം കുടുംബ യൂണിറ്റ്. എത്ര നാളായി മലയാളികൾ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു മനോഹരമായൊരു പടം കാണാൻ. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, ഈ ഓണത്തിന് നിങ്ങളെ ഒരിക്കലും മടുപ്പിക്കാത്ത ഒരു മനോഹര സിനിമയായിരിക്കും ബേത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന്. നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഭാവന സ്റ്റുഡിയോയുടെ ബാനറിൽ ഗിരീഷ് MD സംവിധാനം ചെയ്ത ഈ സിനിമ പ്രേമലുവിന് ശേഷം ഒരു ഗംഭീര ഒരു സിനിമ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ്. അത് നിങ്ങളെ ഒരിക്കലും മടുപ്പിക്കത്തില്ല. ഇതിനകത്തൊരു ലാഗ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. കഥയും ഗിരീഷ് MD തന്നെയാണ്. അതുപോലെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ദിലീപ് പോത്തനും അതുപോലെ ഫഹദ് ഫാസിൽ, ഭാവന സ്റ്റുഡിയോ എന്നിവരാണ്. അഭിനയിച്ചിരിക്കുന്നവരിൽ ആരാണ് മുമ്പിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇത് നമുക്ക് പറയാം, ഇതൊരു നിവിൻ പോളി ചിത്രമാണെന്ന്. നിവിൻ പോളിയുടെ തിരിച്ചുവരവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ മുമ്പിലത്തെ പടത്തിനേക്കാളൊക്കെ ബെറ്ററായിട്ട് ഇത് സിനിമ നിറഞ്ഞോടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്നത്തെ ഓണം നിവിൻ പോളി തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാം. 2 മണിക്കൂർ 37 മിനിറ്റ് ഒരു തിയേറ്ററിൽ ഇരിക്കുക, നമ്മളെ അവിടെ പിടിച്ചിരുത്തും. നമുക്ക് ചിരിക്കാനുള്ളതുണ്ട്, അതിനകത്ത് ലവ് സ്റ്റോറിയുണ്ട്. വേറൊന്നും പറയാനില്ല. ഒന്നുകൂടി പറയുന്നു, ഇപ്രാവശ്യത്തെ ഓണം നിവിൻ പോളി തൂക്കി. അതുപോലെ ഇതൊരു 100 കോടിയല്ല, അതിനൊക്കെ മേളിൽ പോകും. വേൾഡ് വൈഡായിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് മറ്റൊന്നും പറയാനില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.